ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ പച്ചമരുന്നുകളുടെ ഉൽപ്പാദനത്തിലും അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ സഹോദര സ്ഥാപനമായ തേജസ് ആയുർവേദിക് ട്രസ്റ്റ്. മണ്ണും മനസ്സും ഒത്തുചേർന്നതാണ് കർഷക ജീവിതം. കാലങ്ങൾ നീളുന്ന അധ്വാനത്തിന്റെയും കണ്ണിമ പരിചരണത്തിന്റെയും പ്രവർത്തന ഫലം. അത് ജയമോ പരാജയമോ ആവാം, പക്ഷെ കർഷകൻ അവന്റെ അധ്വാനം തുറന്നുകൊണ്ടേയിരിക്കും. കൂട്ടായി ദൈവവും ആത്മവിശ്വാസവും മാത്രം. സാർവത്രികമായി ഉപയോഗത്തിലുള്ള ഒരു വ്യഞ്ജനമാണ് മഞ്ഞൾ. ഭാരതത്തിൻ്റെ തനത് വൈദ്യസമ്പ്രദായമായ ആയുർവേദത്തിലും മഞ്ഞളിൻ്റെ ഉപയോഗം വ്യാപകമായി തന്നെ ഉണ്ട്. കുർക്കുമ ലോങ്ങ എന്ന ശാസ്ത്രനാമമുള്ള മഞ്ഞൾ സിഞ്ചിബറേസിയ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഹരിദ്രാഗണ്ഡം, നിശാമലകാതി ചൂർണം, നാൽപ്പാമരാതി തൈലം എന്നിങ്ങനെയുള്ള പലവിധ മരുന്നുകളുടെയും നിർമ്മാണത്തിൽ ചേരുവയായി ഇത് ഉപയോഗിക്കപ്പെടുന്നു. ഓക്കെ, ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ വിളവെടുത്ത മഞ്ഞൾ ആദ്യമായി കോട്ടായി, ശാസ്താപുരം, ചമ്പ്രകുളം അയ്യപ്പൻകാവ്, കണ്ടത്താർ ഭഗവതി ക്ഷേത്രം, ആയുർവേദിക് ട്രസ്റ്റിന്റെ ആസ്ഥാനമായിട്ടുള്ള ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രം എന്നീ ദേവദേവീ ചരണങ്ങളിൽ നിറപറയായി ചൊരിഞ്ഞു.